നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. സംസാരിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ സംസാരിപ്പിക്കുകയാണ്. കാര്യം, ഇവിടെ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഭാഗങ്ങളിലും പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ട് അതിൻ്റെ വാങ്ങലുകൾ പലതരത്തിൽ പല രൂപത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ മുന്നിലേക്ക് രാഷ്ട്രീയപരമായിട്ട് വന്നിരുന്ന അഭിപ്രായം പറയുന്നത് വളരെ നെറികെട്ട ഒരു കാര്യമാണ്. അതൊരു വളരെ പുച്ഛം തോന്നും അവരോടൊക്കെ. നിങ്ങൾക്കൊക്കെ നിലവാരമുള്ളവരാണ്, നിങ്ങളങ്ങനെ ആ പരിപാടി നിർത്തിയിട്ട് സംസ്കാരത്തോട് സംസാരിക്കാൻ പഠിക്കണം. കാര്യം, രാഷ്ട്രീയം ഏതും ആയിക്കൊള്ളട്ടെ, ഭരണപക്ഷം ഏതും ആയിക്കൊള്ളട്ടെ, ഏത് കാലത്തും പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാർ വന്നിട്ട് ഭരണപക്ഷത്തോട് പറയാം, ഞങ്ങൾ ആ ക്യാമ്പിൽ പോയപ്പോൾ അങ്ങനെ അതില്ലായിരുന്നു, ഇതില്ലായിരുന്നു, മറ്റേ ക്യാമ്പിൽ പോയപ്പോൾ അതില്ലായിരുന്നു, ഇതില്ലായിരുന്നു എന്ന് പറയുന്നത് ഒരു നിലവാരം കുറഞ്ഞ വർത്തമാനമാണ്. കാര്യം, രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ ജനതയ്ക്ക് ചെയ്തു കൊടുക്കൂ. അതാണിപ്പോൾ വേണ്ടത്. പുരകെത്തുമ്പോൾ വാഴ വെട്ടുക എന്ന് പറയുന്ന പോലെ കുറ്റപ്പെടുത്തുക, ഇതൊക്കെ നിലവാരം കുറഞ്ഞ പരിപാടിയാണെന്നേ. നിങ്ങളുടെ രാഷ്ട്രീയപരമായിട്ട് നിങ്ങളുടെ രാഷ്ട്രീയം എന്തും ആയിക്കൊള്ളട്ടെ, ഞാൻ ഏത് രാഷ്ട്രീയക്കാരനും ആയിക്കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ, ഒരു ജനത ഒരു നടുക്കടലിൽ മുങ്ങിത്താഴുന്ന സാഹചര്യത്തിൽ അവിടെ വന്നത് രാഷ്ട്രീയം വിളമ്പുകയല്ല വേണ്ടത്, രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായം പറയല്ല വേണ്ടത്. അവിടെ വേണ്ട അവരെ ചേർത്ത് നിർത്തുക, അവർക്ക് വേണ്ട സഹായങ്ങൾ മാനുഷിക തലത്തിൽ ചെയ്തു കൊടുക്കുക, അതാണ് വേണ്ടത്. ഇവിടെ നമ്മൾ ടി വി അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യം, ഇത് ഭരണപക്ഷത്തിന് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർ വന്നിരുന്ന് ഭരണപക്ഷത്തെ കുറ്റം പറയാം. ഏത് ഭരണപക്ഷം ഭരിച്ചിട്ട്, ഇപ്പോൾ നാളെ BJP ഭരിക്കാം, കോൺഗ്രസ് ഭരിക്കാം, കമ്മ്യൂണിസ്റ്റ് ഭരിക്കാം, ഏത് പാർട്ടിയും കേരളം ഭരിക്കാം. അപ്പോൾ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരാണെങ്കിലും ഭരണപക്ഷത്തെ കുറ്റം പറയാം. അതിപ്പോഴല്ല പറയേണ്ടത്. അതൊക്കെ ഇതെല്ലാം ഇതിൻ്റെ ഒരു ആശ്വാസ വക്കിലേക്ക് എത്തിക്കഴിയുമ്പം അത് വിമർശിക്കാനുള്ള ധാരാളം സമയങ്ങളുണ്ട്. ആ സമയത്ത് വിമർശിക്കണം. ഇപ്പോൾ വന്നിരുന്ന് രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായം പറയുക, ജനങ്ങൾക്കിടയിൽ വന്നൊരു രോഷാകുലമായ കാര്യങ്ങളുണ്ടാക്കുക, അതൊക്കെ നിലവാരം കൊണ്ട് പരിപാടിയാണ്. അതൊക്കെ നിർത്തിയിട്ട് പോകണം. നിങ്ങളൊക്കെ എഡ്യൂക്കേഷനുള്ള ആൾക്കാരല്ലേ, നിങ്ങൾക്ക് കുറച്ചുകൂടെ നിലവാരത്തിൽ സംസാരിക്കുകയും നിലവാരത്തിൽ ചിന്തിക്കുകയും വേണം. അതൊക്കെ പല ആൾക്കാരും കാണുന്നില്ല. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വലിയ കാര്യം നിങ്ങൾ സംസാരിക്കുന്നത്, പക്ഷേ നിങ്ങളോട് പല ആൾക്കാരും പുച്ഛം തോന്നും. നിങ്ങളൊന്നും സംസാരിച്ച് പഠിക്കരുത്. നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായം പറഞ്ഞു, അതൊക്കെ അതിന് സമയമുണ്ട്, ആ സമയത്ത് പറയണം. ഇത് പുരവെത്തുമ്പോൾ വാഴ കെട്ടുക എന്ന് പറയുന്ന പോലെ ഒരു ജനത നടുക്കടലിൽ മുങ്ങിത്താഴുന്ന സമയത്ത് വന്നിരുന്നുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായം പറയാതെ അവരെ ചേർത്ത് നിർത്തൂ, അവർക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും, അതല്ലേ വേണ്ടത്. നിങ്ങളൊക്കെ വിചാരിച്ച എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും, അതൊക്കെ മാനുഷിക തലത്തിൽ അവർക്ക് ചെയ്തു കൊടുക്കും. അവരെ ആശ്വാസ വക്കിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുകയല്ലേ വേണ്ടത്. അതെല്ലാം കഴിഞ്ഞ് ഒരു സമാശ്വാസത്തിലേക്കിൻ്റെ വക്കിലേക്ക് എത്തിക്കഴിയുമ്പം നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നിത് പറയൂ, ഞങ്ങളൊക്കെ സഹായിച്ചു, പക്ഷേ ഈ ഭരണപക്ഷത്തിൻ്റെ വീഴ്ചകൾ ഇന്നതുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, കേൾക്കാൻ നമുക്കൊരു സുഖമുള്ള പരിപാടിയാണെന്നേ. അല്ലാതെ ഇപ്പോൾ വന്നിരുന്നിട്ട് ഈ പറയുന്നത് അത് അല്പത്തരമാണ്. നിങ്ങൾക്കൊരു വിവരമുള്ള ആൾക്കാരായിട്ട് തോന്നത്തില്ല. നിങ്ങൾ സംസാരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഒരു സംസ്കാരത്തോട് സംസാരിച്ച് പഠിക്കൂ. ഒരു ജനത മുങ്ങിത്താഴുന്ന സാഹചര്യത്തിൽ വന്നിരുന്നല്ല രാഷ്ട്രീയം വിളമ്പേണ്ടത്. അത് നിങ്ങളുടെ രാഷ്ട്രീയമാണ്, നിങ്ങളുടെ അഭിപ്രായം പറയുന്നത് രാഷ്ട്രീയ അഭിപ്രായമാണ്. അത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നേ. അതല്ല വേണ്ടത്. രാഷ്ട്രീയം മാറ്റിവെക്കൂ. ഇപ്പം രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ലെന്നേ. ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, മുങ്ങിത്താഴുന്നവനെ പൊക്കിയെടുത്ത് കരയിലേക്ക് എത്തിക്കുക വേണ്ടത്. അതിന് ഏത് രാഷ്ട്രീയക്കാരനും ആയിക്കൊള്ളട്ടെ, വെള്ളത്തിൽ കിടക്കുന്നത് ഏത് മതത്തിൽപ്പെട്ടവനും ആയിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവനും ആയിക്കൊള്ളട്ടെ, അവരുടെ ആശ്വാസവാക്കാവുക, അല്ല ആശ്വാസത്തിൻ്റെ ഒരു കരങ്ങളായി മാറുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അത് ചെയ്യൂ. അത് ചെയ്യേണ്ട സമയമാണെന്നേ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ള ആശ്വാസത്തിൻ്റെ വാക്കിലേക്ക് എത്തിക്കഴിയുമ്പം നിങ്ങൾ വന്നിരുന്ന് പറയൂ, ഭരണപക്ഷത്തിൻ്റെ വീഴ്ചകൾ പറയൂ, കേൾക്കാനെന്ത് സുഖമുള്ള പരിപാടിയാണെന്നേ.